സംസ്ഥാനത്തിന് പുറത്ത് നഴ്സിംഗ് പഠിക്കുന്ന യുവതിയെ കെണിയിൽപ്പെടുത്തി ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പരാതിയിലാണ് മിഥുൻ രമേശ് പിടിയിലായത്. മുൻപ് മിഥുനും യുവതിയും അടുപ്പത്തിലായിരുന്നു. മാന്നാർ സ്വദേശിനി വീട്ടിലെ കുളിമുറിയിൽ നിന്നും പകർത്തിയ നഗ്നദൃശ്യങ്ങളടക്കം ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് യുവതി ബന്ധത്തിൽ നിന്നും അകന്നു. ഇതോടെ മിഥുൻ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ചിലത് വാട്സപ്പിലൂടെ സുഹൃത്തുക്കൾക്ക് പങ്കുവച്ചു. കൂടുതൽ പേർക്ക് അയച്ചു നൽകുമെന്ന നിരന്തരമായ ഭീഷണിയായിരുന്നു. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കണമെങ്കിൽ തനിക്ക് വഴങ്ങണമെന്നതായിരുന്നു മിഥുന്റെ ആവശ്യമത്രേ. ഒടുവിൽ അവധിക്ക് നാട്ടിലേക്ക് വരുന്ന വഴി ഇതര സംസ്ഥാനത്ത് വെച്ചായിരുന്നു ലൈംഗിക പീഡനം. വെള്ളിയാഴ്ച യുവതിയെ ഒരു ഹോട്ടലിലേക്ക് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വിവരം യുവതി കുടുംബാംഗങ്ങളോട് പങ്കുവച്ചു. തുടർന്ന് ബന്ധുക്കൾ പുളിക്കീഴ് പോലീസിൽ പരാതി നൽകി. അമ്മയുടെ വിശദമൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച പോലീസ് മിഥുനെ പിടികൂടുകയായിരുന്നു. അടുപ്പത്തിലായിരുന്നപ്പോൾ പകർത്തിയ നഗ്നദൃശ്യങ്ങൾ ഫോണിൽ സൂക്ഷിച്ചതായും ആയത് യുവതിയുടെ പിതാവിനും സഹോദരനും അയച്ചു കൊടുത്തതായും പോലീസ് കണ്ടെത്തി. ഇയാളുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബലാത്സംഗത്തിനും IT നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ആയതിലേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. തിരുവല്ല DYSP S അഷാദിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ അജിത് കുമാറിനാണ് അന്വേഷണ ചുമതല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.